ഇവന്റെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ച് ഇവനോടാണ് ചോദിച്ചത് എങ്ങനെയുണ്ട് അബി എങ്ങനെയുണ്ട്. അപ്പൊ പറഞ്ഞത് സത്യസന്ധമായിട്ട് നെഞ്ചി കൈവച്ചങ്ങ് പറയടാ. എന്താ പറഞ്ഞത്? പെണ്ണ് കെട്ടി. അല്ല പറയേ നീ എന്താ പറഞ്ഞത്? ഇപ്പൊ മിമിക്രിയിൽ ഇത്രയും നല്ല ഒരു പയ്യൻ മദ്യപാനം, വ്യഭിചാരം, കള്ളാടി, പിന്നെ പെണ്ണുപിടി, ഈ പറഞ്ഞ യാതൊരുവിധ സ്വഭാവവും ഇല്ലാത്ത ഒരു നല്ല പയ്യൻ. എല്ലാം പറഞ്ഞിട്ട് അതൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞു? അതല്ല, അങ്ങനെയുള്ള സ്വഭാവമൊന്നും ഇല്ലെന്ന്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോയി പടച്ചോനെ ഞാൻ നുണ പറഞ്ഞതിന് എന്നോട് ക്ഷമിക്കണേന്ന് പറഞ്ഞു. അച്ഛന് പോയി അല്ല എന്നിട്ട് ഉമ്മറൊക്കെ വേണ്ടി വന്ന് ഈ പറഞ്ഞ സാധനമൊക്കെ എന്നോട് ക്ഷമിക്കണേ, ഞാൻ ഒരുപാട് നുണ പറഞ്ഞു ഒരുത്തന്റെ പെണ്ണെട്ടിക്കാൻ വേണ്ടി. പക്ഷെ അത് കറക്റ്റ് അല്ലേ? ഉമ്രയ്ക്ക് പോയത് കറക്റ്റ് എന്നാണോ? അതിന്റെ അല്ല, ആ കാര്യത്തിലൊക്കെ കറക്റ്റ് ആട്ടോ. ഹജ്ജിന് പോയത് കറക്റ്റ് ആണ്. അതിന്റെ അല്ല, ഇവന് ആ കാര്യത്തിലൊക്കെ ഡീസന്റ് ആണ്. പിന്നെ ഏത് കാര്യത്തിലല്ല ഡീസന്റ് അല്ലാത്തത്? ആ കാര്യത്തിലൊക്കെ ഡീസന്റ് ആണ്, വേറെ എന്തോ കാര്യത്തിൽ ഡീസന്റ് അല്ല എന്നുള്ള ഒരു ധ്വനി ഉണ്ട് അതിനകത്ത്. എന്തോ വിഴുങ്ങുന്നുണ്ട്. നീ പറഞ്ഞോളൂ. ആ കൊച്ചറിഞ്ഞോട്ടെ, പാവം കൊച്ചു. ആ കൊച്ചിനിപ്പം മനസ്സിലായി കുറച്ചു നേരം കൊണ്ട് എന്ത് കാര്യത്തിലാണ് ഡീസന്റ് അല്ലാത്ത. ഞാൻ ആ കുട്ടിയുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. അത് കുട്ടാ കുഴപ്പം, അതാണ് പ്രശ്നം. അതാണ് മുഖത്ത് പോലും നോക്കിയിട്ടില്ല എന്ന് പറയാം. അപ്പൊ പിന്നെ ജീൻസിലോ അല്ലെങ്കിൽ ഷർട്ടിലോ നോക്കൂ. മോളെ ഇതും കൂടി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. കാരണം അങ്ങനെ ഇരുന്നോ, കാരണം ആദർശിക്ക് കൺട്രോൾ ഇല്ല എന്നുള്ളത് നേരത്തെ സമ്മതിച്ചതാ. അതാണ് എനിക്ക് ഗിഫ്റ്റ്. ഓക്കെ ഇനി ഒരു പാട്ട് കൂടി പാടിയിട്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. അതെ ഇനിയിപ്പം നമ്മളത് കൊളാക്കണ്ട. മാംഗല്യം തന്നുണാലേന ആ പാട്ടാണോ? മറ്റേ പച്ചക്കറി മഴ. പച്ചക്കറി മഴയുടെ കൂട്. പച്ചക്കറി മഴയുടെ കൂടല്ലോ. ജീവിതം ദുന്തനാനേന തുടക്കം. കണിയല്ലേ കൺമണിയല്ലേ ആദ്യം ചൊല്ലും നിൻ കണവൻ, കണ്ണാ നീ വെയിൽ കൊള്ളല്ലേ നീയും ഞാനും. ഓ കഥ മാറും ചേകവനാകും ഉറുമിയെടുക്കും പടവീരൻ. ഹേ 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 ഹേ. കേട്ടോ നീ കേട്ടോ, ഈ കൂട്ടിൽ പെട്ടാൽ പിന്നെ നീലാകാശം കണ്ടോരില്ലെന്നാരോ ചൊല്ലുന്നേ. മിടുക്കിയെ മിനുക്കി താലി കുരുക്കിലാക്കി കുറുമ്പൊതുക്കി തടങ്കലിൽ തളച്ചു കാണാൻ മനസ്സിലും ഒരു കൊതിയുണ്ടല്ലോ. തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം ദുന്തനാനേന. പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴിയുള്ള കൂട്, ഓ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴിയുള്ള കൂട്. കണ്ണാലെ കെട്ടുന്നുണ്ടല്ലോ, അത് നിന്നെ കൂട്ടാനാണല്ലോ. തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന. തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന.
നാനേന മാംഗല്യം തന്തു നാനേന പിന്നെ ജീവിതം തുങ്ക നാനേന മാംഗല്യം തന്തു നാനേന പിന്നെ ജീവിതം തുങ്ക നാനേന മാംഗല്യം തന്തു നാനേന പിന്നെ ജീവിതം തുങ്ക നാനേന. Thank you. ബോബി ആൻഡ് മാരഡോണ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി സിനിമ കമ്പനി സീസൺ 2 ഇന്നത്തെ ഈ ഭ്രാന്തൻ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഭ്രാന്തിയുടെ കൂടെയുള്ള എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേപോലെ ഒരു അടിപൊളി സംഘം ആൾക്കാരുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ബാക്ക് ഫ്രം മീ നമ്മുടെ കൂടെ ഇവിടെ ഇപ്പോൾ ഉള്ളത് ഹൻസുബയും ലക്ഷ്മിയാണ്. പെണ്ണുങ്ങൾ കൂടിയിരിക്കുന്ന ഒരു സിനിമ കമ്പനി അതിൽ 2 എണ്ണം തല തെറിച്ചു പോയി. നന്നായിട്ടുണ്ട്. ഇനിയിപ്പോ പറ്റിയില്ലെങ്കിലോ. എന്റെ കണ്ണിൽ നിനക്കായൊരുക്കിയ സ്വപ്നങ്ങൾ കാണേണ്ടനേ കണ്ടു നിൽക്കേണ്ടനേ ആരാണു നീ എനിക്കെന്നാരോടും ചൊല്ലേണ്ടനേ കഥ പറയേണ്ടനേ തമ്മിൽ തമ്മിൽ മൂളും പാട്ടു കേൾക്കേണ്ടനേ കൂടെ പാടേണ്ടനേ കൂടെയാടേണ്ടനേ കണ്ണിൽ കണ്ണിൽ നോക്കാതെ എന്നെ കാണുന്നുവോ എന്തെങ്കിലും മിണ്ടാമോ? എനിക്ക് ലാലേട്ടൻ്റെ കൂടെ ദൃശ്യത്തിൽ ഓഫർ വന്നപ്പോൾ എനിക്ക് ചെറിയ ചെറിയ പേടികൾ ഉണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ ബിക്കോസ് വലിയ 2 കുട്ടികളുടെ അമ്മ, മൂത്ത കുട്ടി +2 പഠിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ചേട്ടാ അപ്പുറത്ത് പോയിരിക്കേ. നീ റോജ ചേട്ടൻ ലേഡീസ് സീറ്റാണ്. പിന്നെ അവിടെ എഴുതി വെച്ചൊന്നുമില്ല. നീ റോജ ലേഡീസ് ചേട്ടൻ ദേഹത്തോടരുത്. നീങ്ങനെ ചേട്ടാ ഒരു വിമാനത്തില് അത് ക്രാഷ് ചെയ്യാൻ പോവാണ്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒരു പാരഷൂട്ട് ഉണ്ട്. ഇത് ഞാൻ ഇത് ഞാൻ എവിടെ കേട്ടതാ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു പാരഷൂട്ട് ഉണ്ട്. 1 എക്സ്ട്രാ പാരഷൂട്ടും ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ കൂടെ ആ ഫ്ലൈറ്റിൽ വേറെ 2ാമതായിട്ട് 3ാമതായിട്ടും 2 പേരുള്ളത് ദുൽഖർ സൽമാനും ഫഹദ് ഫാസിലുമാണ്. കരയരുത്. ഓക്കെ, നിങ്ങൾക്കൊരു പാരഷൂട്ട് ഉണ്ട്. യു ഹാവ് 1 more എക്സ്ട്രാ പാരഷൂട്ട്. ആ പാരഷൂട്ട് നിങ്ങൾ ആർക്ക് കൊടുക്കും? നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടർ, മെയിൽ ആക്ടർ ആരാണ്? യുവർ ഫാദർ ഹാസ് ഡൺ ദാറ്റ്. അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? എനിക്ക് നവരസം ചെയ്യാൻ അറിയാം, പക്ഷെ എക്സ്ട്രാ 4 എനിക്കറിയില്ല. പാവം കൊണ്ട് ഇങ്ങനെ തുളുമ്പുന്ന മുഖങ്ങളാണ് ഞങ്ങൾക്ക് അവിടെയും കാണാൻ പറ്റുന്നത്. അതെ തന്നെ 2 സൈഡിലും മൂടിയിട്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. ഇത് എന്റെ ഷോ. ഓക്കെ, ഞാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ. കണ്ടില്ലേ, ഇവര് വെറും ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഭയങ്കര ഒരു കവിതാ കൊലപാതകങ്ങളും കൂടിയാണ്. കവിതയും ഇങ്ങനെ ഇത്രയും സ്നേഹിക്കരുത് കേട്ടോ. എന്തായാലും വാൽമീകി കണ്ടുപിടിച്ചു ഇവരെ കാണാൻ അടുത്ത എപ്പിസോഡിൽ ഇവരുണ്ടാവും. സിനിമ കമ്പനി ബോബി ആൻഡ് മാരഡോണ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.